ഹായ്, വെൽക്കം ബാക്ക്. സനം വ്ളോഗിൻ്റെ ചെറിയ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വന്നിട്ട് ചെറിയ വിശേഷമായിട്ടാണ്. ഞായറാഴ്ച റമദാൻ മാസത്തിലെ നോമ്പിൻ്റെ വിശേഷമായിട്ടാണ് ഞങ്ങളുടെ മുമ്പിലേക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ ഇന്ന് പറയുന്നത് ഞായറാഴ്ച ഞാൻ വീട്ടിലാണ്. അപ്പോൾ കുറച്ച് നോമ്പ് തുറക്കാൻ കുറച്ച് കൂടുതൽ ഐറ്റംസ് ഉണ്ടാക്കാമെന്ന് കരുതി. അപ്പം ഞാൻ അതിനായിട്ട് ആദ്യം തന്നെ അതിനൊക്കെ മസാല ഉണ്ടാക്കിയെടുക്കണമല്ലോ. അപ്പം ഞാൻ കിച്ചണിൽ വന്നതുകൊണ്ട് തന്നെ ഞാൻ മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കേബേജ് കട്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ അരിയുന്നുണ്ടായിരുന്നു. അപ്പം നിങ്ങളെ വിശേഷം നിങ്ങളൊക്കെ നോമ്പൊക്കെ എങ്ങനെ പോയി? നമുക്കിവിടെ നല്ല ചൂടാണ്. നോമ്പ് നല്ല റാഹത്തായി എന്ത് സന്തോഷത്തോടെ പോയി. അത് നിങ്ങൾക്ക് എല്ലാവർക്കും അതുപോലെ നമുക്ക് എല്ലാവർക്കും നല്ല സന്തോഷത്തോടെ നോമ്പ് എത്തിക്കാൻ നൽകട്ടെ. അതുപോലെ തന്നെ എന്താ പറയുന്നത്, നിങ്ങളുടെ വിശേഷം നല്ല ചൂടാണോ? നമുക്കിവിടെ നല്ലൊരു ചൂടാണ്. അങ്ങനത്തെ വിശേഷമാണ്. അങ്ങനെ കേബേജ് കട്ടായി കഴിഞ്ഞു ചെറുതായി അരിഞ്ഞ് മുറിഞ്ഞതാണ്. അപ്പോൾ ഇതിന് ഒരു മസാലൻ്റെ കൂടെ ഞാൻ ഇത് ഉണ്ടാക്കി, ഇതിന് സമൂസയ്ക്ക് ഉണ്ടാക്കി. അതിൽ തന്നെ അതുപോലെ തന്നെ എഗ്ഗിൻ്റെ ഒരു ബോണ്ട പോലെ ഉണ്ടാക്കിയിരുന്നു. അതിന് ഇത് തന്നെ ഞാൻ യൂസ് ചെയ്തു. കേബേജ് അല്ല, അത് ഐറ്റം കേബേജ് കൂടാതെയാണ് നീരുള്ളി മസാല ആക്കിയിട്ട് അതിലേക്ക് മുട്ട ഇട്ടിട്ടാണ് അത് ചെയ്തത്. ഇതിന് ഞാൻ ബ്രെഡിലേക്ക് ഇത് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ എഗ്ഗ് ബോണ്ടൊക്കെ ഇത് എടുത്തിട്ടില്ല കേട്ടോ. അങ്ങനെ കേബേജ് ഇപ്പോൾ നമുക്ക് വെള്ളം നിറയ്ക്കണ്ടല്ലോ, പെട്ടെന്ന് തന്നെ കേബേജ് വേവിച്ച് കിട്ടുമല്ലോ. അങ്ങനത്തെ വിശേഷമാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിലേക്ക് വന്നിട്ടുള്ളത്. അങ്ങനെ വലിയ വിശേഷമൊന്നുമില്ല. അങ്ങനെ എപ്പോഴും നമ്മൾ ചെയ്യുന്നത് പോലെ തന്നെ അതിനുശേഷം നമ്മൾക്ക് ഒരുപാട് വൃത്തിയാക്കാനുണ്ടാവും. അതുപോലെ തുടച്ചെടുക്കാനും അതുപോലെ തന്നെ തുണി കഴുകാനും അതൊക്കെ കഴിഞ്ഞ് പിന്നെ നിസ്കാരം ഖുർആനും അതിൻ്റെ ഇടയിൽ കഴിഞ്ഞു. അങ്ങനെ പിന്നെ ഇതാണ് എഗ്ഗ് ബോണ്ട് ഇതുപോലെ ഉണ്ടാക്കുന്നതാണ്. ഈ എഗ്ഗ് ബോണ്ട് ഉണ്ടാക്കി ആദ്യം നീരുള്ളി അത് ചെറുതായി മുറിച്ചതുപോലെ പച്ചമുളക് വരച്ച് അതിനുശേഷം പിന്നെ നല്ലതുപോലെ വേവിച്ച് അതിലേക്ക് നല്ല മസാലകളൊക്കെ ഇട്ട് പിന്നെ ആ മഞ്ഞ ഉണ്ടാകുന്നല്ലേ മുട്ട വേവിച്ച് ആ മഞ്ഞ അതിലേക്കിട്ട് മിക്സ് ചെയ്തിട്ട് അതിനുശേഷം ഇതുപോലെ നിറച്ചതിന് ശേഷം പിന്നെ കുറേ സമയം കഴിഞ്ഞതിന് ശേഷം അതുപോലെ തന്നെ മൈദപ്പൊടി കടലപ്പൊടി അതിട്ട് ഉപ്പിട്ട് മിക്സ് അതിലേക്ക് മുക്കിയെടുത്തിട്ട് ഇതിന് ഞാൻ എണ്ണയൊക്കെ ഇട്ട് കോരിയെടുക്കുന്നതാണ്. അടിപൊളി എഗ്ഗ് ബോണ്ടയാണ് കേട്ടോ. ഞാൻ ഇപ്രാവശ്യം നോമ്പ് ഞാൻ ഉണ്ടാക്കില്ല, ടൈം കിട്ടാത്തതുകൊണ്ട്. അല്ലെങ്കിൽ എല്ലാ നോമ്പും എല്ലാ ദിവസവും ഞാൻ ഉണ്ടാക്കുന്നതാണ്. ഇത് ലീഫ് ഉണ്ടായതുകൊണ്ട് നമുക്ക് സമൂസ അപ്പോൾ ലീഫ് ഉണ്ടായിരുന്നു, ഞാൻ കൊണ്ടുവന്ന ആ ലീഫിനാണ് ഞാൻ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്നുണ്ടല്ലോ. അപ്പം ഞാൻ ലീഫ് ഉണ്ടാക്കാറുണ്ട് കേട്ടോ മൈദപ്പൊടിയിൽ. പക്ഷേ ഇതെനിക്ക് ടൈമില്ല. അപ്പം ഞാൻ ഡ്യൂട്ടിക്ക് പോയിട്ട് വന്നിട്ട് ടൈമില്ലല്ലോ. അതുകൊണ്ട് ലീഫ് വാങ്ങിച്ച് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. പെട്ടെന്ന് തന്നെ നമുക്ക് നല്ല സമൂസ ആയിട്ട് കിട്ടുന്നുണ്ട് കേട്ടോ. ഞാൻ ഇതിലേക്ക് കേബേജും അതുപോലെ തന്നെ ചിക്കൻ ഇട്ടിട്ടുള്ള രണ്ടും കൂടിയുള്ള കേബേജാണ് ഞാൻ എപ്പോഴും അങ്ങനെ സമൂസ ഉണ്ടാക്കാറ്. കേബേജും അതുപോലെ തന്നെ ചിക്കനോട്ട് മിക്സ് ചെയ്ത് നീരുള്ളിയും മിക്സ് ചെയ്തിട്ടുള്ള മസാല ആക്കിയിട്ടാണ് ഞാൻ സമൂസ ഉണ്ടാക്കാറ്. അങ്ങനത്തെ വിശേഷം നിങ്ങൾക്ക് ഇന്നത്തെ നോമ്പ് വിശേഷങ്ങൾ എന്തൊക്കെയുണ്ട്? നിങ്ങളുടെ വിശേഷം എന്ന് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് നോമ്പിനെന്ന് പറയുന്നത് ഫുഡ് നമുക്ക് ചോറൊന്നും കഴിക്കാൻ പറ്റുന്നില്ല കേട്ടോ. നോമ്പ് തുറന്നോടെ ഇങ്ങനത്തെ വിഭവങ്ങളൊക്കെ കഴിച്ച ഉടനെ പിന്നെ നമുക്കൊന്നും വിശക്കൂല. പിന്നെ ഈ റൈസിൻ്റെ എന്തെങ്കിലും ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്കത് കഴിക്കാനേ പറ്റൂല. അത് പിന്നെ അത്തായ സമയത്ത് എന്തെങ്കിലും കുറച്ച് ചോറും അത് നാസ്റ്റ് എന്തൊക്കെ കഴിച്ചിട്ട് അല്ലാതെ നോമ്പ് തുറന്നിട്ടാകുമ്പോൾ നമുക്ക് റൈസിൻ്റെ ഒന്നും കഴിക്കാൻ പറ്റുന്നില്ല കേട്ടോ. അപ്പം നിങ്ങൾക്കൊക്കെ അങ്ങനെ ആയിരിക്കുമല്ലോ. അപ്പോൾ ഇത് ഞാൻ പിന്നെ ബ്രെഡിൻ്റെ ഇതുപോലെ നിങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടോ? അപ്പോൾ ഇത് ഉണ്ടാക്കാൻ എളുപ്പമാണ് കേട്ടോ. ബ്രെഡിന് നമ്മൾ അല്ലെങ്കിൽ കുറച്ച് ആവി പിടിച്ചിട്ടെടുക്കും. ഇത് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായതുകൊണ്ട് നല്ലോണം അമർത്തിയതിന് ശേഷം അങ്ങനെ പോലെ ചെയ്തിട്ടെടുത്തതാണ്. പിന്നെ ഞാൻ ബത്തക്ക ഇപ്പോൾ ജ്യൂസ് ഉണ്ടാക്കാറ് ഇങ്ങനെയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് നല്ല ജ്യൂസ് കുടിക്കുന്ന സമയത്ത് ബത്തക്കയോട് കൂടി നമുക്ക് തണ്ണിമത്തങ്ങയോട് കൂടി കഴിക്കാൻ പറ്റുന്നുണ്ടല്ലോ. അടിപൊളിയല്ലേ? അങ്ങനെയാണ് അപ്പോൾ ഇങ്ങനെയാണ് ഉണ്ടാക്കാറ് കേട്ടോ. പക്ഷേ ഈ തണ്ണിമത്തങ്ങ കേട്ടോ ജ്യൂസ് ഉണ്ടാക്കാൻ നല്ല രസം. ആ വലിയൊരു തണ്ണിമത്തങ്ങയല്ല, അതെന്തൊരു രസമാണ് കേട്ടോ. എത്ര കുടിച്ചാലും നല്ല നമുക്ക് മതിയാവുന്നില്ല. ഇത് ചെറുത് ആ തണ്ണിമത്തങ്ങ അതാണ്. ഇത് അത്ര ടേസ്റ്റ് ഇല്ല കേട്ടോ. പിന്നെ ഞങ്ങൾ നോമ്പ് തുറന്നിട്ടാകുമ്പോൾ എനിക്ക് നാരങ്ങയുടെ സർബത്ത് അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അത് ഞാൻ പിന്നെ കുടിക്കുന്നത് ഞാൻ വിചാരിച്ചിരുന്നു. കഴിഞ്ഞ ദിവസം കാസർഗോഡ് കൊണ്ടുവന്ന വീട്ടിൽ വെച്ചല്ല ഇതുവരെ ചെയ്തിട്ടില്ല. ഇന്ന് ചെയ്യണമെന്ന് ചോദിച്ചാൽ അതൊന്നും മറന്നു പോയി കേട്ടോ.
അങ്ങനെ പിന്നെ അതൊക്കെ ആയി ഞാൻ പെട്ടെന്ന് പെട്ടെന്ന് തന്നെ നോമ്പ് തുറക്കുന്നതിനൊക്കെ മുമ്പ് തന്നെ കറിയൊക്കെ ഉണ്ടാക്കി വന്നു കേട്ടോ. നാസ്റ്റുമൊക്കെ കടുമ്പുണ്ടാക്കി വെച്ചിട്ടുണ്ട്. കറി വേവിച്ചിട്ടില്ല, പിന്നെ വേവിക്കുന്നതാണ് കറി ഉണ്ടാക്കാൻ വേണ്ടി. പിന്നെ അപ്പം നിങ്ങൾ പറയുന്നത് സാധാരണ നമ്മൾ നോമ്പിനൊപ്പം ചിക്കനെല്ലാം ഉണ്ടാക്കാറോ. പിന്നെ മീൻ വെച്ച് കഴിഞ്ഞാൽ മീനങ്ങനെ കിടക്കും. ഞാൻ വെജ് വെച്ചാൽ അതും നമുക്ക് അങ്ങനെ അവിടെ തന്നെ ബാക്കിയാവും. ഇന്നെല്ലാം ഞാൻ വെജ് വെച്ചിരുന്നോ കഴിഞ്ഞ ദിവസം അങ്ങനെ വെജ് വെച്ചിരുന്നു, അതൊക്കെ ഇങ്ങനെ ബാക്കിയാവുന്നുണ്ട്. അങ്ങനത്തെ നിങ്ങളെ വിശേഷം വന്നാൽ നിങ്ങളെ വിശേഷം ഇങ്ങനെ പോകുന്നെന്ന് വിചാരിക്കുന്നു. പിന്നെ ഇത് ഞാൻ പറഞ്ഞായിരുന്നല്ലോ നേരത്തെ എഗ് ബോണ്ട് ഉണ്ടാക്കിയത്, അത് എണ്ണക്കിടുന്ന സമയത്ത് ഇതുപോലെ എണ്ണക്കിടുന്നതാണ് കേട്ടോ. പിന്നെ ഞാൻ എപ്പോഴും എണ്ണക്കിടാറ് വാങ്ങി കൊടുക്കാറായ സമയത്താണ് എണ്ണക്കിടുക. പിന്നെ കൂടുതലൊന്നും ഉണ്ടാക്കുന്നത് നമ്മൾ കുറച്ച് ഐറ്റംസാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ കുറച്ചൊരു 6:15 കഴിഞ്ഞാൽ പിന്നെ പെട്ടെന്ന് തന്നെ ഉണ്ടാവും, പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാമല്ലോ. പിന്നെ ചോറ് പൊതുവേ ഞാൻ ഉണ്ടാക്കുന്നത് കുറവാണ്. അത്താഴത്തിന് മാസം കുറച്ച് കഞ്ഞി ഉണ്ടാക്കും, അത്രയേ ഉള്ളൂ. നോമ്പ് തുറന്നാൽ ചോറൊന്നും കഴിക്കില്ല, ഇത് തന്നെ കഴിച്ച് നിസ്കാരം ഖുർആൻ ഓതി കിടക്കും. പിന്നെ ഇപ്പോൾ നല്ല ചൂടാണ്, അങ്ങനത്തെ വിശേഷമാണ്. പിന്നെ നിങ്ങളൊക്കെ ഡ്രസ്സ് എടുത്ത് കഴിഞ്ഞു. പിന്നെ നോമ്പ് പകുതിയായില്ലേ, അപ്പം മറ്റന്നാൾ നോമ്പ് 17 അപ്പോൾ നിങ്ങളെല്ലാവരും ഡ്രസ്സ് എടുത്ത് കഴിഞ്ഞു. അപ്പോൾ ഇപ്പോൾ ടൗണിൽ ഭയങ്കര തിരക്കാണോ കരുതുന്നു. ഇപ്പോൾ എല്ലായിടത്തും എല്ലാ ഷോപ്പിലും ഭയങ്കര തിരക്കാണ്. പക്ഷേ സാധാരണ ആൾക്കാർ നോമ്പിന് മുമ്പേ ഡ്രസ്സ് എടുക്കാറുണ്ട്. ചില ആൾക്കാർ മാത്രമേ നോമ്പിന് മാത്രം ഡ്രസ്സ് എടുക്കും, അങ്ങനെയാണ്. അപ്പോൾ എൻ്റെ മറ്റേ കറി ചിക്കൻ അപ്പുറത്തെ അടുപ്പിൽ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. പിന്നെ ബാക്കി കടികളൊക്കെ എനിക്ക് എല്ലാമായി. പിന്നെ ഇപ്പോൾ നോമ്പ് തുറക്കാനുള്ള ടൈമായി, അപ്പോൾ എല്ലാം വെച്ചതാണ്. അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് കരുതുന്നു. ഇനി ചെറിയൊരു ഫുഡും കാര്യങ്ങളായിട്ട് കുറച്ച് കഴിഞ്ഞ് വരാം. നാസ്റ്റ് കഴിക്കാനുണ്ട്. അത്രയൊക്കെയാണ് ഇന്നത്തെ വിശേഷം എന്ന് പറയുന്നത്. നാസ്റ്റ് കഴിച്ചിട്ടാകുമ്പോൾ നാസ്റ്റ് കഴിക്കാനുണ്ട്. കടമ്പ് വേവിച്ചാൽ നമ്മൾ നാസ്റ്റ് കഴിക്കും. പിന്നെ ചിലപ്പോഴും മാത്രം നാസ്റ്റ് കഴിക്കുന്നുണ്ട്, ചിലപ്പോഴും നാസ്റ്റ് കഴിക്കില്ല. അങ്ങനെ ചിലപ്പോൾ ഞാൻ ഇപ്പം മോളോട് പറയാം എന്തെങ്കിലും രാത്രി കഴിച്ച് കിടക്കണം. പിന്നെ പുറമെ എണ്ണക്കടി മാത്രമായിട്ട് കഴിക്കേണ്ട, രാത്രി എന്തെങ്കിലും കഴിച്ച് കിടക്കണം എന്ന് പറയാം. അതെപ്പോഴും വല്ലപ്പോഴും എപ്പോഴെങ്കിലും കഴിച്ചോളൂ. നോമ്പ് തുറന്നാൽ പിന്നെ ഒന്നും കഴിക്കില്ല, അത് മാത്രം കഴിച്ച് കിടന്നുറങ്ങും. പിന്നെ ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് എക്സാമാണ്, അതുകൊണ്ട് ഇപ്പം എൻ്റെ ചിക്കൻ കറിയൊക്കെ റെഡിയായി കഴിഞ്ഞു കേട്ടോ. ചിക്കൻ കറിയൊക്കെ റെഡിയായി കഴിഞ്ഞു. അപ്പോൾ നിങ്ങളെല്ലാവരും എൻ്റെ വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് കരുതുന്നു. അപ്പോൾ ഞാനിപ്പോൾ ഇപ്പം പറയുന്നത് പോലെ തന്നെ എൻ്റെ മുമ്പ് ഒരുപാട് വീഡിയോസ് വെക്കും, അതുപോലെ തന്നെ എല്ലാ ദിവസവും ഇപ്പോൾ ഇടാറുള്ള ഷോർട്സും, അതുപോലെ നിങ്ങളൊക്കെ എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യണം. അതുപോലെ തന്നെ താഴെ കമാൻഡ് ചെയ്യാനും, അതുപോലെ അടിപൊളി കമാൻഡ് ചെയ്യാനും, അതുപോലെ ലൈക്ക് ചെയ്യാനും ആരും മറക്കല്ലേ. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടിപൊളി വീഡിയോ ആയിട്ട് ഞാൻ നെക്സ്റ്റ് ഇൻഷാ അല്ലാഹ് വരാം.